ഗായ്സ് നമ്മളങ്ങനെ മഞ്ഞ് ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റായിട്ട് മഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടോ. ഇൻ്റെ മോനെ പൊന്നു മക്കളെ, പകച്ചു പോയ എൻ്റെ ബാല്യം. 11,000 റുപ്യ ഒരു രാത്രി ഈ ഹോട്ടലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ 11,000 കുണുവ. അങ്ങനെ തിന്നാനൊക്കെ പറ്റുമാണെങ്കിൽ കാണിച്ചു തരാം. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളങ്ങനെ ഇന്നത്തെ 13ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ശ്രീനഗറിൻ്റെയും പിന്നെ ജമ്മുവിനൊക്കെ നടുവിലുള്ള കേട്ടോ. ഫുള്ള് മലയിടുക്കുകളിലൂടെ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു മലയിടുക്കിൻ്റെ ഒരു അങ്ങാടിയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ റൂമിലാണുള്ളത്. റൂം ഇത് കണ്ടോളി. അതൊക്കെ റൂമുകളാണ്. പക്ഷേ നമ്മളെടുത്ത് ഡോർമെട്രിയാണ്. റൂമിന് 600 റുപ്യാണ് വരുന്നത്. ഡോർമെട്രി പറഞ്ഞാൽ ഈ സംഭവം. ഒരു ഹാളിൽ ഒരുപാട് കട്ടിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇവിടെ വേറെ ആരും ഇല്ല. വേറെ മീൻസ് ഇവിടുത്തെ 2 കുട്ടികളുണ്ട് ഇവിടെ പണിയെടുക്കുന്ന കുട്ടികൾ. അവരും പിന്നെ അവരെന്നെ കണ്ടിട്ടുള്ളൂ. മുതലാളിനെ കണ്ടിട്ടില്ല. മുതലാളിനെ എന്തോ അറിയില്ല. രാത്രി നമ്മൾ പെട്ടെന്ന് കടന്നുറങ്ങി. പിന്നെ സാധനമൊക്കെ സേഫാണോ വെച്ച് പക്ക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പേടില്ലാതെ സാധനമൊക്കെ വെച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് നേരെ ശ്രീനഗർക്ക് വിടുകയാണ്. ശ്രീനഗറിൽ സ്നോഫോളൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടത്. അപ്പോൾ നമ്മൾ നേരെ ശ്രീനഗർ വെച്ച് പിടിക്കാം കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കുറേ സാധനങ്ങൾ മേടിച്ചു. നമ്മൾ കവർ മേടിച്ചു, അതേപോലെ നൂഡിൽസ് മേടിച്ചു, അതുപോലെ പേസ്റ്റ് കാണാനല്ല അതും മേടിച്ചു. പിന്നെ നമ്മൾ ചായ കുടിച്ചാൽ കയറിയിട്ട് അത് ബ്രെഡ് പൊരി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളൊരു ചട്നി കാറാണ് തന്നത്. എൻ്റെ ഇതാണ് എന്താ പറയുക, കട്ടത്തൈരാട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പലജാതി സാധനം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണ് അറിയില്ല കേട്ടോ. ഇത് നമ്മൾ ഗ്രീൻ പീസാണ് ഉള്ളിൽ കാണുന്നത്. ഇത് മുട്ടയാണ് കാണുന്നത്. ബ്രെഡ് പൊരി, സമൂസ, പല ജാതി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ചായ അല്ല, പ്രശ്നമുണ്ട്. പിന്നെ ഈ ഏട്ടനാണെന്നല്ലേ നമ്മളവിടെ അവിടെ ഡോർമെട്രി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടോ. ഈ കാക്കയാണ്. പിന്നെ നമ്മൾ ബാക്കിൽ പട്ടാളക്കാരൊക്കെ ഉണ്ട്. പട്ടാളക്കാരെ വീടെടുത്ത് വമ്പ സീനാണ്. ഒരറിഞ്ഞ സീനാണ്. കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. AK-47 ഒക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് മിന്നായം പോലെ വാങ്ങിയത് കാട്ടിത്തരാം. വേണ്ട ഗൈസ്, നമ്മൾ പിന്നെ ഈ ഗ്രീൻ പീസ് ആണ് പറഞ്ഞിട്ടോ. അത് പുള്ളിക്കത് സംഭവം ഹോൾസെയിൽ കടയാണ്. അപ്പോൾ അത് 50 ഗ്രാമിന് 10 റുപ്യ എന്ന് പറഞ്ഞിട്ടോ. നമ്മൾ 100 ഗ്രാം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചട്ടിക്ക് ഇട്ടാൽ ഒന്നുകൂടി തിളപ്പിച്ച് ചൂടാക്കി തരും കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിൽ പട്ടാളക്കാരുണ്ട് അറിയില്ലേ. ഒരാളെ കയ്യിൽ ഇത് കാണുന്നത് AKM ആട്ടോ. AK-47 സീനാണ് കേട്ടോ. ഓല് എടുക്കണ കണ്ട വമ്പൻ സീനാണ്. നമ്മൾ എടുക്കൂല. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഉണ്ടല്ലോ ഒരു ശ്രീനഗർ എത്താൻ 40 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. 40 കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ടാസ്ക്കാണ്. ഒന്ന് സംസാരിക്കാൻ കൂടി കഴിയുക. ഭയങ്കര ടാസ്ക്കാട്ടോ. ഒരു ടണൽ കയറി ഇറങ്ങിയപ്പോൾ ആകെ ഇങ്ങോട്ട് മാറി ലോകം. ഫുള്ള് മഞ്ഞിൻ്റെ ലോകം. മൂടൽ മഞ്ഞായിട്ട് മൂടിയിട്ട് ഒന്നും ദൂരത്തുള്ളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു ടണൽ ഇങ്ങോട്ട് കയറി ഇറങ്ങിയപ്പോൾ തന്നെ അല്ലേ, ഒരു നീണ്ടൊരു ടണൽ. അത് ഞാൻ അവിടെ എത്തിയ എന്താ അവസ്ഥ എന്നറിയില്ല. ഇപ്പോൾ തന്നെ കൈയൊക്കെ വിറങ്ങലിച്ചു. മനുഷ്യന് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് കയ്യറ ഊരിയതാണ്. അപ്പോൾ ആകെ ഇടങ്ങേറായി പോയി. അതിൻ്റെ യാത്ര ചെയ്യുമ്പോഴാണ് സീനുള്ളത്. എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡിലുമിലാണ് കൈ വെക്കണം. ഇതിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കജ്ജി ഇപ്പോഴും ഇങ്ങനെ ഉറച്ച് നിൽക്കുകയാണ്. കജ്ജി വമ്പൻ ടാസ്ക്കാണ്. ശബ്ദത്തോടെ സംസാരിക്കാൻ വയ്യ. നമ്മൾ പോരുമ്പോൾ മഞ്ഞിപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇത്ര ഈ തണുപ്പിനുള്ള മഞ്ഞൊന്നും ഇവിടെ കാണാനില്ല. നമ്മൾ മഞ്ഞ് ഉള്ള പക്ഷേ തണുപ്പ് അപാരമാണ്. ഇവിടെ ഇപ്പോൾ ഒരു 11 മണി 12 മണി ആഴ്ച എപ്പോഴും കോട ഉണ്ട്. ഞങ്ങൾ റോട്ടിലൊക്കെ കോട, വെയിലൊക്കെ ഉണ്ട്. പക്ഷേ കാര്യമില്ല. ഭയങ്കര ടാസ്ക്. അപ്പോൾ ചാടിച്ചാണ് നിർത്തിയത്. ചാടിച്ചാൽ വണ്ടി ഓട്ടാൻ വെച്ചാൽ ഒന്നാമത് ചത്തുകണ്. കുടുങ്ങിയിട്ട് ഓട്ടുകയാണ്. എങ്ങനെയൊക്കെ ഓട്ടി പോവാണ്. ഈ കടയിൽ നിന്ന് ഒരു ചായ മേടിച്ചു കേട്ടോ. 2 ചായ മേടിച്ച്. ഒരു ആൾട്ടിറ്റ്യൂഡും കാറ്റിറ്റ്യൂഡൊക്കെ പറയുകയാണെങ്കിൽ മൈനസാണ്. ഇപ്പോൾ -ഡിഗ്രിയാണ് സെൽഷ്യസ്. പുട്ട തണുപ്പ്. ഫ്രിഡ്ജില്ലാതെ നടക്കൂല. ഇത് ഫ്രിഡ്ജോടെയും കിട്ടാനുമില്ല. ചില ആൾക്കാരൊക്കെ നട്ടുച്ചക്കൊന്നും തീ കാഞ്ഞാണ്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്.
അപ്പോൾ ഇവിടുത്തെ ഒരാൾക്കാരൊക്കെ എന്ത് സംഭവം ഇങ്ങനെ നോക്കിയാണ് ഒന്ന് പാളിക്ക് പോകുന്നുണ്ട് കേട്ടോ. എത്താ എൻ്റെ അവസ്ഥ? എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. ഇടയ്ക്ക് മുഖമൊക്കെ ആകെ പൊട്ടിക്കണ്. ഇവിടെ ചോര വരൽ തുടങ്ങിയാണ്. ചോര വരാൻ മീൻസ് ചോര പൊടിയാൽ തുടങ്ങിയാണ്. അജാതി തണുപ്പ്. കൈമത്തൊക്കെ തോല് കൊണ്ട് ഇപ്പോൾ വെളുക്കും. ഞാൻ വെളുത്തിട്ട് പാറപ്പോടാ എല്ലായിട്ട് എന്താ ഇത് ആകെ കുടുങ്ങിയെന്ന് പറയാം. പക്ഷേ എന്താ വെച്ചാൽ നമുക്കിതൊക്കെ കാണണ്ടേ, നിങ്ങൾക്ക് കാണിച്ചു തരും വേണ്ടേ. അപ്പം അതിനോണ്ട് പോവാതെ നിവർത്തിയില്ല. പിന്നെ ശ്രീനഗറിൽ നല്ലൊരു പ്ലേസ് കിട്ടുമോ നോക്കുക. നമുക്ക് നിൽക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കണം. തീയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിൽക്കണം. അല്ലാതെ നടക്കില്ല. ഇതിങ്ങനെ യാത്ര ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ടാസ്ക്കാണ്. കയ്യേറിട്ടിട്ട് കയ്യേറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കാറ്റൊക്കെ അടിച്ചിട്ട് കൈയും കാലൊക്കെ മരവിക്കുകയാണ്. കാലം നിലത്ത് കുത്താൻ വയ്യ. അജാതി തണുപ്പാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വെയിലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരു സമാധാനമുണ്ട്. പക്ഷെ അതേപോലെയല്ല വണ്ടിമേൽ പോകുമ്പോൾ നല്ല ടാസ്ക്കാണ് വണ്ടിമേൽ പോകാൻ. നമ്മളിങ്ങനെ അവിടെ എത്തിയിട്ട് ഇനി സ്നോ അവിടെ ഇപ്പോൾ വല്ലാതെ പെയ്യണില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ പെയ്യണ സമയത്ത് നമ്മളെങ്ങനെ പ്രതിരോധിക്കാന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് ഏതായാലും പോയൊക്കെ ഏതായാലും സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിലുണ്ടാവും. ആരും സ്കിപ്പ് ചെയ്യരുത്. നല്ല ഉഷാറായിട്ട് കാണുക. അത്ര പറയാനുള്ളൂ. ഓക്കെ. നമ്മളൊരു കേരള വണ്ടി രജിസ്ട്രേഷൻ വണ്ടി വന്നിട്ട് ബൈക്ക്. പക്ഷേ അത് നമ്മളങ്ങനെ നോക്കിയെന്നല്ലാതെ നിർത്തിയില്ല. കാരണം ബാക്കിലുള്ളത് കാശ്മീരി ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ ഫ്രണ്ടിലുള്ളവന് കാശ്മീരി ആണോ മലയാളിയാണോ ചെറിയ ഡൗട്ട് ഉണ്ട്. അതുപോലെ ബാക്കിൽ വെച്ച് പിടിക്കാം കേട്ടോ. പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്കിവിടെ തിരിയാണ്ട് സോൻമർഗ് പോവുകയാണ്. ഇത് ശ്രീനഗറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീനഗർക്ക് അല്ല സോൻമർഗക്കാണ് പോലും പോകുന്നത്. അപ്പോൾ ഓരോ ബാക്കിൽ ഇങ്ങനെ വെച്ച് പിടിച്ചാണ്. ഇവിടുന്ന് പള്ളിക്കൊരു കമ്മിയില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാലേ പുടുത്തമ്പുട്ട ദൈവിക വിശ്വാസികളാണ്. അപ്പോൾ ഒരു KL86 ആണ് കാണുന്നത്. KL86 പറഞ്ഞാൽ എവിടെയാണ് നിങ്ങളൊന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യട്ടോ. 83 മഞ്ചേരിയാണ്, മലപ്പുറം മഞ്ചേരിയാണ്. 86 എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടൊന്ന് പറഞ്ഞു തരിട്ടോ. ശ്രീനഗർ അങ്ങാടി കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ശ്രീനഗറിലൊരു മെച്ചം എന്താ വെച്ചാൽ ഇത് ആ വണ്ടി കണ്ടില്ല, ചോന്ത ബസ്. ഇത് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ശ്രീനഗറിൽ മാത്രമുള്ള ബസ്സാണ്. ടാറ്റൻ്റെ ഇലക്ട്രിക് ബസ്സാണ്. വലിയ നല്ല മെച്ചമാണ് അവർക്ക്. ഇവിടെ കുറേ വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ വണ്ടി അങ്ങനെ സേഫാക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. കാശ്മീരി ഗോൾഫ് ക്ലബ്ബാണ് കേട്ടോ. അവിടെ ഗോൾഫ് കളിക്കുന്ന സ്റ്റേഡിയം എന്തോ ആണ്. നമ്മൾ നേരെ മുമ്പിലോട്ട് കിട്ടാൻ മറ്റേ ഈ ബൈക്കേഴ്സ്, നേരെ മുമ്പിലുള്ള ബൈക്കേഴ്സാണ് KL86. ഇത് കേരള വണ്ടിയാണ്. പക്ഷേ ആരാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആരെടുത്ത് വിടുന്ന വണ്ടിയാണോ അതോ എന്തൊരു ഐഡിയ ഇല്ല കേട്ടോ. കേരളക്കാരൻ തന്നെയാണോ എന്നൊരു ഐഡിയ ഇല്ല. ബാക്കിലുള്ള ആളെ കണ്ടാൽ തന്നെ അറിയാം കാശ്മീരി ആണോ എന്നുള്ളത്. ഒക്കെ അതിൽ വെച്ച് പിടിച്ച് നോക്കാം കേട്ടോ. ഓനെ വലിയ മൈൻഡൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഓല് രണ്ടാളും കാശ്മീരി ആൾ തന്നെയാണ്. പോയൊക്കെ ഏതായാലും
ഗായ്സ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ചെറിയൊരു ഹോർലിക്സിൻ്റെ പൊടി ചെറിയൊരു പാക്കറ്റിലുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പച്ചക്ക് എന്താണ്. പിന്നെ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാനാണ് നിർത്തിയത്. ഇവിടെ തിളപ്പിച്ച് ഇപ്പോൾ നൂഡിൽസ് ബ്രെഡും വാങ്ങിയിട്ടുണ്ട്. രണ്ടും മിക്സ് ആക്കിയിട്ട് ചിലവ് കുറക്കാനുള്ള പരിപാടി. ചിലവ് കൂടും അറിയില്ല. പിന്നെ പണിയാണ്, ടാസ്ക്കാണ് ഒന്നാമത്. പിന്നെ ഇവിടുത്തെ വീട് കണ്ടങ്ങൾ ഒരു വീടാട്ടോ, നല്ല അടിപൊളി വീടുകളാട്ടോ ഇവിടുത്തെയൊക്കെ. ഇഷ്ടികൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ റോഡ് സൈഡിലുള്ള കേട്ടോ. റോഡ് സൈഡിൽ അങ്ങനെ കണ്ടെത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ശരിക്കും. എല്ലായിടത്തും പട്ടാളമാണ്. പട്ടാളം അങ്ങനെ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ 2 പോലീസുകാർ നിർത്തുമല്ലോ. ഇവിടെ കാലാകാലം പോലീസുകാരും പട്ടാളക്കാരും റോഡ് സൈഡിലുണ്ടാവും. കാരണം തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ വരുന്ന ആൾക്കാരെ നൊയഞ്ഞ് കയറുമോ അറിയാതെ പല കൊലത്തിൽ വരെത്തിയിട്ട് ഫുള്ള് തോക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ പരിപാടി. പിന്നെ എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ കണ്ടാൽ ഒരു പാകിസ്ഥാൻ ലുക്ക് തന്നെയാണ് കേട്ടോ. ആ തൊപ്പി കണ്ട നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന ഓരോ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, ഒരു പാകിസ്ഥാൻ തീവ്രവാദി ലുക്കുകളാട്ടോ കുറേ ആൾക്കാരൊക്കെ. പക്ഷെ ഒക്കെ കാശ്മീരി കയറാൻ ഇവിടെ ഇന്ത്യക്കാർ തന്നെയാണ്, ബേജാറൊന്നുമില്ല. അപ്പോൾ ഇവിടെ പാചകത്തിനുള്ള സെറ്റപ്പുകൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കച്ചും കാലൊക്കെ ആകെ വർക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ പോകാന്ന് വെച്ചാൽ ശ്രീനഗർക്ക് എത്തിയിട്ടാണ്. ശ്രീനഗർ എത്തിയിട്ട് അവിടുന്ന് ഗുൽമർഗ് എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശ്രീനഗറിലൊക്കെ അവിടെ മഞ്ഞ് കാണാതിരുത്തിയാണ്ട് നമ്മളെ സ്നോ കാണാതിരുത്തിയാണ്ട് നമ്മൾ പോകുന്നതാണ്. പക്ഷേ ശ്രീനഗറിലൊന്നൊന്നുമില്ല, വലിയ ടൗണാട്ടോ. ഇപ്പോൾ റോഡൊക്കെ ഒന്ന് നന്നായി വന്നു. ഇതുവരെ ആകെ ടാസ്ക് ആണ്. ഇന്നലത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. വമ്പൻ ടാസ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒക്കെ റോഡൊക്കെ റെഡി വരുന്നുണ്ട്. 4 വരി വാതൊക്കെ ഉണ്ട് ചിലയിടത്തൊക്കെ. പിന്നെ ഇപ്പോൾ ഗുൽമർഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ലേറ്റസ്റ്റ് ഫോട്ടോസ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ തപ്പിപ്പോൾ അവിടെ നല്ല നല്ല സ്നോ വീണടക്കണൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഇനി 20 കിലോമീറ്റർ കൂടി പോകാണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 3 മണിയായപ്പോൾ ഫുഡ് കഴിക്കരുത്. നമ്മൾ രാവിലെ കഴിച്ചാണ്. രാവിലെ പറഞ്ഞാൽ 10 മണിക്ക് കൊണ്ട് ഇറങ്ങിയത്, 10 മണിക്ക് കഴിച്ചാട്ടോ. അപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഒന്നാമത് 10 മണി ആവും എങ്ങനെയായാലും. പിന്നെ ഇഷ്ടം പോലെ മൈനകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ മൈനകളല്ല, അങ്ങനെ വലിയ മൈനകളാട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് മൈനകൾ. അപ്പോൾ ഒരു മൈന 2 മൈന എന്നല്ല, ആകെ മൈനയാണ്. ഫുള്ള് സന്തോഷം കൊണ്ട് ആറാട്ടാണ്. വീട്ടില്ല കൊടുത്തത് അതുകൂടി എന്നാലും വീഡിയോ എടുക്കും. നിലത്ത് വെച്ചോ, അത് ഇത് ഇതാക്കും, അത് തുറക്കടിയത്തെ. നമുക്കിവിടെ ഇടയ്ക്ക് തീ കായാനൊക്കെ തോന്നും കേട്ടോ. ഈ സാധനത്തിൽ കായണ്ടേ എനിക്ക് പറഞ്ഞ് ഈ ഗ്യാസിന് കുത്തിയാണ്ടേ വർക്കൊക്കെ കൂട്ടി കത്തിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ ടച്ചാട്ടും. ഇല്ലോട്ടോ എല്ലാവരും കത്തിച്ചിട്ടുണ്ട്. 2 പാക്ക് നൂഡിൽസ് ആട്ടോ നമ്മൾ. ഇതാക്കണേ സാൻഡ്വിച്ചാണ്, സ്പെഷ്യൽ സാൻഡ്വിച്ച്. ബ്രെഡിൻ്റെ ഉള്ളിൽ നൂഡിൽസ് തിരിക്കാണ്ട് നൂഡിൽസ് സാൻഡ്വിച്ച്. അതിൻ്റെക്ക് അവിടുത്തെ കിളികളൊക്കെ, ഇവിടുത്തെ മൃഗങ്ങൾക്ക് പൊതുവെ രോമവും തൂവലും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കേട്ടോ. ഇനി ഈ തണുത്തതിൻ്റെ പ്രശ്നമാണോ എന്താണോ അറിയില്ല. പൊതുവെ നല്ല രോമങ്ങളും തടിച്ച് കൊയ്ത്തും മൃഗങ്ങളാണ് അധികം. അത് ശ്രദ്ധിച്ചിരുന്നോ? അത് ഇതിൻ്റെ സംശയമല്ല. ഈ മൃഗങ്ങൾക്കൊക്കെ ഓരോ കൈവിടും. നായ്ക്കളൊക്കെ ആണ്, ഇവിടുത്തെ നായ്ക്കൾക്കൊക്കെ അങ്ങനെ തൊപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ഈ മനുഷ്യന്മാർക്കൊന്നും തൊപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മനുഷ്യന്മാർക്ക് വെറുതെ മേത്തുള്ള ആ തൊലി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ പുതപ്പൊക്കെ മാങ്ങാൻ വെച്ചിട്ട് തൽക്കാടില്ല. ഓൾക്ക് പുതപ്പൊന്നും വാങ്ങി പുതക്കാൻ ഇല്ലല്ലോ വെത്തു കൂടെ, അതേ കാരം അല്ലേ. അപ്പോൾ ഇതായിട്ടോ സംഭവമായി. തണുത്ത ബ്രെഡാട്ടോ, അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നൂഡിൽസും കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. വയറൊക്കെ ഏകദേശം ഫുള്ളായിട്ടോ. ഡിസ്പ്ലേ പോയോ? വയറൊക്കെ ഏകദേശം ഫുള്ളായി. ഒക്കെ പാക്ക് ചെയ്തു. ഇനി പോവാണ്. ഇനി നമ്മൾ റൂം നോക്കുകയാണ്. സമയം എത്രയായി? 3:40 ഇനി റൂം നോക്കട്ടെ. എന്താ വെച്ചാൽ ഈ കയ്യൂല, കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് ആകാണ്ട് മൂടൽ തുടങ്ങും. അപ്പം ഓക്കെ, റൂമിൽ നിന്ന് കാണാം. ബൈ. നമ്മളങ്ങനെ മഞ്ഞ് ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്.
നമ്മൾ ഫസ്റ്റായിട്ട് മഞ്ഞ് കാണാൻ തുടങ്ങിട്ടോ. ഇൻ്റെ മോനെ മഞ്ഞിതാ അവിടെയൊക്കെ പെയ്ത് കേട്ടോ. നമ്മളിപ്പോൾ മഞ്ഞ് ലോകത്ത് എത്തിക്കണേ. അടച്ചോനെ വെക്കലൊക്കെ വണ്ടി എത്തുമ്പോഴും നായാട്ടാണ്. അല്ലാ ഇഷ്ടം പോലെ മഞ്ഞുണ്ട് കേട്ടോ. ഈ പേരിൻ്റെ അടിയിലൊക്കെ മഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞ് പെയ്തോട് കേൾക്കണേ. ഇത് ഗുൽമർഗ് സ്റ്റേറ്റ് എത്തിയിട്ടില്ല. 10 കിലോമീറ്റർ കൂടി ഉണ്ട് ഗുൽമർഗ് ടൗണൊക്കെ. ഗുൽമർഗിൻ്റെ ഏരിയ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ നല്ല മഞ്ഞുണ്ട്. ആ മലൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞുണ്ട്. യാ മോനെ അല്ലാ യാ കുലാവി. അവിടെ മഞ്ഞ് നിലത്തുനിന്ന് അടിയിലെന്തോ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. മഞ്ഞും കൂന അല്ലോ അടിച്ചോരെ യാ ഹൗല വലാ അടച്ചോനെ. ഹൈ ലെവൽ ടീംസ് കിട്ടോ. അടച്ചോനെ ഭൂമിൻ്റെ അടിയിൽ മഞ്ഞ് മുളച്ച് കൊണ്ടുവന്ന മാതിരിയൊക്കെ ഉണ്ടല്ലോ. ഗായ്സ് എല്ലായിടത്തും മഞ്ഞാണ് കേട്ടോ. ഓ മോനെ എല്ലായിടത്തും കാഴ്ചയാണ് കേട്ടോ. പൊളി യാ ഹൗല വലാ. നമുക്ക് ഇനി ഇവിടെ റൂം നോക്കണം കേട്ടോ. റൂമിനൊക്കെ പിടുത്തങ്ങോട്ട് റേറ്റ് കരഞ്ഞു മുതൽ. ഗായ്സ് നമ്മളെ ഗുൽമർഗിൽ ഏതോ ഒരു കണ്ടത്തിലാണ് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടൽ മറിയാനാറുടെ സംഭവം കണ്ടോ നിങ്ങൾ. എന്തുവാടേ ഇവിടെ ചാനൂന്ന് പറഞ്ഞു വെയിറ്റ് വാങ്ങിയിട്ട് ചാനൽ ഡ്രസ്സാണ് ഇടത്തുണ്ട്. ഇത് നേരെ ഓക്കെ ഉണ്ട്. കിട്ടിയോ? ഡ്രങ്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി ഞങ്ങൾ അറിയാതെ സ്റ്റാൻഡും തട്ടിയിട്ടും ആ ലോഡ് കാരണം താങ്ങി വണ്ടി പോകുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. മഞ്ഞൊക്കെ പിടുത്തം മഞ്ഞ് തന്നെയാണ്. മഞ്ഞുമലൊക്കെ ഉണ്ട് അപ്പുറത്ത്. ഹഡാക്കിൻ്റെ വലിയ മഞ്ഞുമലൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലിലത്തെ ഒരാൾ വന്നാണ്ട് റൂമാണ് വെച്ചിട്ടോ. അപ്പോൾ ഡോർമെറ്ററി ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഇല്ല ഡോർമെറ്ററി ഇല്ലായിരുന്നു. ഡോർമെറ്ററി ഇല്ലെങ്കിൽ ഇത്രയും നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്ത് എന്തായാലും ഒരു 2000 റുപ്യ റൂമിന് വരും. അല്ലെങ്കിൽ 1500 1500 ലെവൽ എന്തായാലും വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്നോട് ചോദിച്ചു നോക്കാം. അതിലോട്ട് വരുന്നുണ്ട് 2 ആൾക്കാർ. മുറ്റത്തൊക്കെ മഞ്ഞാണ് കേട്ടോ. അത് അടിപൊളി സ്ഥലമാണ്. പക്ഷേ ചിലപ്പോൾ നാളെ രാവിലെ നീച്ചുമ്പോൾ ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടാവും, സ്നോഫോളൊക്കെ ഉണ്ടാവും. പക്ഷേ രാവിലെ നീച്ചാൻ വെച്ചണ്ടേ 10 നീച്ചെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ റൂം എടുത്ത് താമസിക്കാറ് മുടുത്ത പരിപാടിയായിട്ട് ടെൻ്റ് അടിച്ച് താമസിക്കുകയാണെങ്കിൽ ടെൻ്റ് ഒന്നും അടിയില്ല കേട്ടോ. ടെൻ്റ് ഒന്നും നടക്കൂല. ഇപ്പോൾ റൂം എടുത്തിട്ട് ആ റൂമത്തെ പുറത്തന്നെ പോരെ. സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ചോദിച്ചോ കേട്ടോ ഇവിടെ. പൊന്നു മക്കളെ പകച്ചു പോയ എൻ്റെ ബാല്യം. 11,000 റുപ്യ ഒരു രാത്രി ഈ ഹോട്ടലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ 11,000 കുണുവ. അത് ഫുഡുണ്ടാവും. ആ ഫുഡിൻ്റെ പൈസയാണോ അതൊന്ന് ഇവിടെ കടന്നുറങ്ങിയ കക്കൂസിന് തീർന്നതിനുള്ള പൈസയാണോ അറിയില്ല. അമ്മ അതൊരു ചാമ്പലിട്ട് 11,000 റുപ്യ 12,000 റുപ്യൊക്കെ പറയണം ഒരു രാത്രി കടന്നുറങ്ങാം. വെറുതെ നല്ല ഈ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരം വെളുത്ത് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നേരം വെളുത്ത് നീച്ചേണ്ട വന്നാൽ മതി. ഒരു ചടപ്പൊന്നും വേറെ ഓടിയില്ല. അതിപ്പോൾ നമ്മളൊരു ഉള്ളേര് കയറി പോന്നപ്പോഴാണ് നിങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത് കേട്ടോ. ശരിക്കും മെയിൻ റോഡല്ലേ നമ്മൾ പോകുന്നത്. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ട്രങ്ക് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ. ട്രങ്ക് അതായത് ഗുൽമർഗ് ഇനി ഇവിടെ 10 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. പക്ഷേ 15 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ മഞ്ഞ് കാണാൻ തുടങ്ങി. അപ്പോൾ അല്ലോ സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ഫുള്ള് നിലത്തൊക്കെ ഐസാട്ടോ. ഐസ് പറഞ്ഞാൽ അവിടെ നിന്ന് വലിയ നല്ല വളുക്കുണ്ട് കേട്ടോ. വളുക്കുണ്ട്. നിങ്ങൾ ഇത് പറഞ്ഞാൽ ഇന്ന് രാവിലെയൊക്കെ പോകുന്ന ഇക്കാര്യം തോന്നുന്നത് ഇതാ കേട്ടോ. ഇതാണ് സംഭവം. ഇത് കാണാനാണ് നമ്മൾ എന്നിട്ട് വന്നിക്കണത്. ഇതെന്തിനാണ് വന്നിക്കണത്? ഇത് കാണാനാ? കുറച്ച് ചെന്ന് നോക്കിയാ പല്ലാണ് പൊളിയും. നല്ല രസമൊന്നും ഉണ്ടാവില്ല. വീഡിയോ കാണുന്ന സുഖമൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഈ മരത്തുമ്പോൾ കണ്ടെങ്കിൽ
എന്താണാവോ അതാ വെള്ളം തൂറ്റിട്ടുള്ള ആ ഏതൊരു പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ആ മരത്തുമ്പക്ക് കേരളാണ് തോന്നുന്നുണ്ട്. ആകെ പൈപ്പ് ലൈൻ പൊട്ടിക്കണം. ആന്ന് എല്ലായിടത്തും പൈപ്പ് ലൈനും ഒക്കെ പൊട്ടിയും ചെയ്തേക്കണം. എന്നിട്ട് അത് ചീറ്റി ആ മരത്തുമ്പക്ക് ആയി. ആ മരത്തുമെന്ന് എന്തായി മരത്തുമ്പ ഇങ്ങനെ ഐസായി. അങ്ങനെ തട്ടി പതുക്കെ വലിച്ചതുകൊണ്ട് ഐസായി. അപ്പോൾ അതാണ് ഉണ്ടായത്. ഇപ്പോൾ നാളെ നേരം വെക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചു കിട്ടും. തല അടിച്ച് കഴിഞ്ഞാടും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നമ്മളിവിടെ റൂം പറഞ്ഞാൽ പോലം കത്തി. നമ്മളെ മറിയാനെ പോയെടുത്ത് 11,000 റുപ്യ 12,000 റുപ്യൊക്കെയാണ് ഒരു രാത്രി കടന്നുറങ്ങാൻ. എത്ര ദിവസമാണ് ചോദിച്ചു ഞാൻ എത്ര ദിവസം ഒറ്റ രാത്രിയാണ് പറഞ്ഞോ ഒരു രാത്രി. ഫുഡ് ഉണ്ടാവും പുടുത്തമിട്ട് ഫുഡൊക്കെ കഴിക്കാറാം പിടുത്തോട്ട് നമുക്ക് ചോദിച്ചാൽ ഇഷ്ടമുള്ള എടുത്ത് തിന്നാ തന്നെ. മറ്റേ ബൊഫ കഴിക്കാറ് ചിലപ്പോൾ ഇഷ്ടമുള്ളൊക്കെ എടുത്ത് തിന്നാം. അപ്പോൾ ഇവിടെ കണ്ടങ്ങൾ ഇതൊക്കെ മഞ്ഞ് പോകണം തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഡിസംബർ അവസാനത്തിലും ജനുവരിൻ്റെ ടൈമിലൊക്കെയാണ് മഞ്ഞിൻ്റെ ശരിക്കുള്ള ടൈം വരണത്. നമ്മളിപ്പോൾ ഇന്ന് ഡിസംബർ 21-ാം തീയതിയാണ്. ഈ വീഡിയോ ഡിസംബർ 22-ാം തീയതിയാണ് കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രങ്ക് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ട്രങ്കാട്ടോ നിൽക്കുന്നത്. ട്രങ്ക്. അപ്പോൾ ഈ സ്ഥലത്ത് റൂമിന് 3,000-4,000 വരുന്നുണ്ട്. ആകെ ഒരു ഹോട്ടലിലാണ് ഡോർമെറ്ററി ഉള്ളത്. അവിടെ 600 റുപ്യാണ് പറഞ്ഞത്. 700 റുപ്യ പറഞ്ഞതിന് നിങ്ങളായതുകൊണ്ട് ഞാൻ കുറേ ചീഞ്ഞ് കൂടിയപ്പോൾ ഒരു 600 പറഞ്ഞു. ഞാൻ ചീഞ്ഞ് കൂടിയാൽ 500 ആക്കാൻ നോക്കണം. പിന്നെ പറഞ്ഞാൽ ഇന്ന് തന്നെ ഇപ്പോൾ കുറേ കണ്ടമാനം ഓടിക്കണേ. എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ആ ഓടാനുള്ള പണി പറഞ്ഞാൽ വണ്ടി 40 സ്പീഡ് 30 സ്പീഡിൽ പിടിച്ചാലേ എത്തുള്ളൂ. ശ്രീനഗറൊക്കെ പുടുത്തമുട്ട ബ്ലോക്കാണ്. പിന്നെ പുടുത്തമുട്ട ബ്ലോക്കാട്ടോ. അപ്പോൾ ശ്രീനഗർ വലിയ ടൗണാണ് ശ്രീനഗർ പറയുന്നത്. അവിടെ നിന്ന് ഒരു കിണ്ടി ഇല്ല സത്യം പറഞ്ഞാൽ. അങ്ങോട്ടൊന്നും വണ്ടി വിളിച്ച് വന്നിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ അവിടെ നിന്നും വിളിച്ച് വരേണ്ടി വരും. ശരിക്കും നമ്മളൊരു കാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുതലാവും. അതിൽ തന്നെ കടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയാൽ. മറ്റേ ടാസ്ക്കാണ് പുടുത്തമുട്ട ടാസ്ക്കാണ്. റൂം എടുക്കാറാണ് ഭയങ്കര ചിലവാണ്. കത്തി അങ്ങേതലാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. മലൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുക, വെറുതെ കയറി പോകുന്ന നാട്ടുകാരാണോ ടൂറിസ്റ്റ് ആണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കാശ്മീരികളൊക്കെ ഉണ്ട്. കൊഞ്ഞാടല്ല കേട്ടോ മുത്തോണി. ഇതൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊഞ്ഞാടും പതുക്കെ സ്ലിപ്പിങ് അപ്പോൾ പുടുത്തമുട്ട പോക്കം ഉണ്ട് കേട്ടോ. വളുക്കുണ്ട് നല്ലോണം. നിങ്ങളെന്താ പറയല് വളുക്കാന്ന് വഴുക്കാന്നാ പറയല്. നമ്മൾ വെളുക്കാന്നൊക്കെ പറയാം മലപ്പുറംകാർ. എങ്ങനെയായാലും കൊഴിഞ്ഞായിട്ട് തലമണ്ട പൊളി. വർത്താനൊന്നുമില്ല. ഒറ്റയടിക്ക് കണ്ടപ്പോൾ നമ്മളെ മാർക്കറ്റ് സ്റ്റാറെ കൊടിയാന്നൊക്കെ കരുതി. പക്ഷെ അതൊന്നുമല്ല കേട്ടോ. എന്തോ ഒരു സാധനം ഇങ്ങനെ പാറി കളിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഒരുമാതിരി ഡയമണ്ട് മാതിരി അല്ല ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ. ഞാൻ കയറിയത് കത്തുണ്ടായിരുന്നു. വെള്ളം ഒറ്റ കേട്ടോ. എത്ര എനിക്ക് പറയാനുള്ള ഇതിനൊക്കെ പറ്റി കണ്ടിട്ട് ആദ്യമായിട്ട് കാണുമല്ലോ ചേച്ചി. ഏതായാലും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി. വേറെ എന്തെങ്കിലും പറയും. ഇവന്റെ വർത്താനം കേൾക്കാൻ ഭയങ്കര താല്പര്യം എന്നൊക്കെ പറഞ്ഞു യൂട്യൂബേഴ്സ് അവിടെ വ്യൂവേഴ്സ്. എൻ്റെ ഫാൻസിൻ്റെ ഒരു കാര്യം ഓർക്കനെ പറ. ഞാനിപ്പോൾ വേറെ മൂഡിലാണ്. ഇത് കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് വാക്കുകളില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നജീബ് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പവശം. ഇപ്പോൾ രാത്രി ആയിക്കൊണ്ടിരിക്കണം. സമയം എത്രയായി? സമയം 5 എത്ര ഡിഗ്രി സെൽഷ്യസാ? 5:09 ഇപ്പോൾ സമയം. ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞുതരാം. 7 ഡിഗ്രി ഒക്കെ ഉണ്ട്. അല്ല അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. നെറ്റിൻ്റെ ഇതാട്ടോ. അവിടെ രാവിലെ 7 ഇപ്പം എന്തായാലും 7 ആവില്ല. ചിലപ്പോൾ അതിന് ഈ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ. മൈനസൊക്കെ ആയിക്കണ്. ചിലയിടത്തൊക്കെ ഇത് ശ്വാസം മുട്ടേണ്ട ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ സുഖമൊന്നുമില്ല. ശ്വാസം മുട്ടണ ഒരു ഫീലൊക്കെ ഉണ്ട്. ശ്വാസം നല്ല വലിച്ചെടുക്കണം, അല്ലെങ്കിൽ തീരുമാനമാകും ചിലപ്പോൾ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ടൈം തന്നെയാണ് കേട്ടോ. അവിടെ കുറേ 4x4 പരിപാടികളൊക്കെ ഉണ്ട്. ഓഫ് റോഡ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഗുൽമാർഗിലാണ് മെയിനായിട്ട്. വലിയ വലിയ മഞ്ഞുമലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കമ്മിയാണിത്. ട്രങ്ക്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ നാളെ വരുന്നതായിരിക്കും. നമുക്കിവിടെ അധികം നിൽക്കാൻ പറ്റില്ല. കാരണം കത്തിൻ്റെ അങ്ങേതല്ല. പൈസ എങ്ങനെയൊക്കെ ഇവിടുന്ന് പിടിച്ച് വലിച്ച് വാങ്ങാം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി കുറച്ച് പൈസ കയറി അതൊന്നായിട്ട് ഇവർ എങ്ങനെ പിടിച്ച് വലിച്ചാന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര കത്തിയാണ് ഞങ്ങൾ. അതൊക്കെ മഞ്ഞാണ് കേട്ടോ. ഞങ്ങൾ
അതാണ് മഞ്ഞ്. നിങ്ങൾ തിന്നാനൊക്കെ പറ്റുമാണെങ്കിൽ കാണിച്ചു തരാം. ടേസ്റ്റ് ഉണ്ട്. അല്ല ജന്തുക്കളും മൂത്രയിച്ചാൽ അടച്ചോണ അറിയാം കേട്ടോ സംഭവം. അപ്പോൾ നമുക്ക് വേഗം റൂമൊക്കെ പോകാം. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം. നാളെ ഗുൽമർഗത്തെ കിടിലൻ കാഴ്ചകൾ വരുന്നതായിരിക്കും. കാരണം ഗുൽമർഗിൽ നമുക്ക് അധികം നിൽക്കാൻ പറ്റില്ല. അവിടെ റൂമിന് 2000-3000 നോർമൽ റൂമിന് കൊടുക്കണം. അപ്പോൾ പരമാവധി നാളെ പോയിട്ട് ഫുൾ ഷൂട്ട് ചെയ്യണം. നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോകണം. ഇവിടുത്തെ ഡോർമെട്രി ഒക്കെ പുടുത്തമിട്ട റേറ്റാണ് കേട്ടോ. ഡോർമെട്രി തന്നെ കത്തിയാണ്. നമ്മൾ ഇന്നലെ ഡോർമെട്രി 300 റുപ്യ ആയിട്ടുള്ളൂ, ഇന്ന് 600 റുപ്യാണ് വാങ്ങണത്. പിന്നെ നമ്മൾ ഈ വണ്ടിയൊക്കെ മാറ്റണം. നമുക്കൊരു കാറാക്കണം ഇവിടുന്ന് പോകുമ്പോഴത്തിന്. അതിനാര് സഹായിക്കണം? നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം, ഫുള്ള് വാച്ച് ചെയ്യണം. നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണുണ്ടോ? എല്ലാവരേക്കും ഷെയർ ചെയ്യുക. ഇപ്പം വേറെ ഏതും ട്രാവലേഴ്സ് ഒന്നും ഇവിടെ മണാലി ഏരിയയിലുണ്ട് അറിയില്ല. ഈ ഭാഗത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതായത് കേരളത്തിൽ നിന്ന് യൂട്യൂബേഴ്സ് ആയിട്ട് കേട്ടോ. അല്ലാതെ കുറേ ട്രാവലേഴ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, സംഭവമാക്കുക. അപ്പോൾ എല്ലാവർക്കും പിന്നെ നമ്മൾ കുറേ റീൽസൊക്കെ ഇറക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ്, ഷോർട്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അറിയില്ല നിങ്ങൾ കുറച്ച് താഴെ ഇങ്ങനെ തൊട്ടൊക്കെ സാധനം ഉണ്ടാവും. അടിക്ക് പോയി കുറച്ച് ലിങ്കുകൾ കാണിക്കും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ, അതായത് റീൽസ് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആ റീൽസൊക്കെ കയറി കാണുക. വലിയ ഉപകാരമായിരിക്കും. നല്ല അടിപൊളി റീൽസ് ആയിരിക്കും. ഡെയിലി വിടുന്നുണ്ട് നമ്മൾ. ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. അപ്പോൾ നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.